അതിനൊരു ഡെഡ് എൻഡ് വേണമല്ലോ. അത് ഇങ്ങനെ ശരിയല്ലല്ലോ. ഒരു അവസാനം വേണമല്ലോ. തീർച്ചയായിട്ടും അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് കിട്ടണ്ടേ? പൊതുസമൂഹത്തിനും കിട്ടണം, കർണാടകത്തിനും കിട്ടണ്ടേ? ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ മനാഫ് ഇന്നലെ മലയാളി വാർത്തയായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഇപ്പോൾ മഴയില്ല, വെയിൽ മാത്രമാണ്. എന്നിട്ടും കർണാടക സർക്കാർ ആരെയും ആ വെള്ളത്തിൽ ഇറക്കാൻ സമ്മതിക്കില്ല. എന്തുകൊണ്ടായിരിക്കും ഞാൻ അവർ ഈ സമയത്ത് ഞാൻ കാണിക്കുന്നത്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ദുരന്തമുണ്ടായി, അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരെ കാണാതായി, അവർ ഗംഗാവാലിയിലുണ്ട് എന്നുള്ള ഒരു പാടിലോ സങ്കല്പത്തിലോ ആണ് നമ്മൾ അവസാനം നിർത്തിയിരിക്കുന്നത്, തെരച്ചിൽ നിർത്തിയത്. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം, മഴ ഒന്ന് കുറയുമ്പോൾ ചുഴികളുടെ ഒരു അളവ് ഒന്ന് കുറയുകയും വെള്ളം കുറച്ചുകൂടി സൈലന്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. അതുകൊണ്ട് നിർത്തിയിട്ടില്ല എന്നാണ് അവിടുത്തെ ബഹുമാനപ്പെട്ട MLA-യും കളക്ടറും അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളും പറഞ്ഞത്. അത് നമ്മുടെ മന്ത്രിമാരും കേരളത്തിലെ MLA-മാരും 4 MLA-മാർ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരും എല്ലാവരും അത് കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് പറ്റിയൊരു നിർഭാഗ്യക്കേടെന്ന് പറയുന്നത് അതിനിടയിലാണ് വയനാട് ദുരന്തം കയറി വന്നു. പിന്നെ ഇന്നലെ ഒരു ഭൂമിയുടെ ഒരു കുലുക്കമുണ്ടായി, ഒരു ഷെയ്ക്കിംഗ് ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അന്തം വിട്ട് നിൽക്കുകയാണ്, ആ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി വരുന്നു. അപ്പോൾ എല്ലാവരും ഉദ്യോഗസ്ഥരായാലും MLA-മാരായാലും കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ളവരായാലും, വയനാടിനടുത്താണല്ലോ കോഴിക്കോടൊക്കെ, അവരെല്ലാവരും ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പിലും ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാൽ അടിയന്തരമായിട്ട് നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറിയ സാഹചര്യത്തിൽ ഇനി നമുക്ക് നോക്കാവുന്ന സമയമായി. കാരണം ഇനിയിപ്പോൾ കാലാവസ്ഥ ഇനി കുറഞ്ഞു തന്നെയായിരിക്കും പോകുന്നത്. മഴ, ശക്തമായ മഴ ഇനിയിപ്പോൾ ഒരുപാട് ഉണ്ടാവാൻ അത്ര അങ്ങോട്ട് മഴ വരുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അടുത്ത മഴ വരുന്നതിന് മുമ്പ് ഒരു വലിയ ഗ്യാപ്പ് സമയം കിട്ടും. ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളൊരു സുനാമി വന്നാൽ പിന്നെ കുറേ വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ ഒരു വലിയ മഴ വന്നാൽ പിന്നെ കുറച്ച് സമയത്തേക്ക് വെയിലായിരിക്കും, അല്ലെങ്കിൽ മഴ മാറി നിൽക്കും. അങ്ങനെ ഒരു രീതിയാണ് പ്രകൃതിയുടെ രീതി. മൊത്തം അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടണം, അത് തെരച്ചിൽ നടത്തണം. അതിനുവേണ്ടി നമുക്ക് ഇപ്പം ചെയ്യാവുന്നൊരു കാര്യം, നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, സംസ്ഥാന ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിന്റെ വക ഒരു മെയിൽ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്ന് ശ്രദ്ധിച്ച് വിളിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ഒന്ന് കോൺടാക്ട് ചെയ്ത് സാറിന്റെ വക ഒരു കത്ത് കർണാടക ചീഫ് സെക്രട്ടറിക്ക് പോവുകയും അതിന്റെ കോപ്പി കളക്ടർ കൂടെ കൊടുത്താൽ ഒരു റിമൈൻഡർ ആവും. ഒരു ഫോളോ അപ്പിന്റെ റിമൈൻഡർ ആണല്ലോ. CM-ന്റെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, ഓൾറെഡി ലെറ്റർ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് CM to CM പോയിട്ടുണ്ട് ലെറ്റർ. അപ്പോൾ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള നിലയിൽ ഒരു റിമൈൻഡർ സർക്കാർ സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ, അപ്പോൾ റിമൈൻഡർ കൂടി പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ നമുക്ക് അത് എന്തായാലും ഒരു 3 പേരവിടെ പോയിട്ടുണ്ട്. അതിനൊരു ഡെഡ് എൻഡ് വേണമല്ലോ. അത് ഇങ്ങനെ ശരിയല്ലല്ലോ. ഒരു അവസാനം വേണമല്ലോ. തീർച്ചയായിട്ടും അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് കിട്ടണ്ടേ? പൊതുസമൂഹത്തിനും കിട്ടണം, കർണാടകത്തിനും കിട്ടണ്ടേ? അതിൽ അവിടെ നിന്ന് 2 പേരും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടണം. അതിനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടക്കേണ്ടത്. ഞാനീ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറി എഴുതിയാൽ തന്നെ കുറേ അധികം അതിന്റെ കോപ്പി കളക്ടർ കൂടെ കൊടുത്താൽ കുറേ പ്രോഗ്രസ് എന്തായാലും അവർക്ക് മറുപടി തരാതിരിക്കാൻ പറ്റത്തില്ല, പ്രോഗ്രസ് അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് അതിന്റെ സാധ്യതയായിട്ടങ്ങ് വരും. ഓക്കെ. മറ്റൊരു കാര്യം, ഇന്നലെ ലോറി ഉടമ മനാഫ് പറഞ്ഞു വെച്ചാൽ അവിടെ ആദ്യം ഈ ലോറി വീണ സമയത്ത് 3 മൺതിട്ട ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 7 മൺതിട്ട. അപ്പൊ വെള്ളത്തിന് ഒഴുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഇറങ്ങിയെടുക്കാൻ പറ്റുന്ന അവസരമാണല്ലോ. അതെ, 3 മൺതട്ട എന്ന് പറഞ്ഞാൽ 7 ആയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പരിശോധിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇപ്പം ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ മണ്ണിൽ കുതിർന്നിരിക്കുകയായിരിക്കും. ഇപ്പോൾ ആ തിട്ട കുറച്ച് കുതിർന്നൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പം മണ്ണൊക്കെ പൊളിച്ച് കളയാനൊക്കെ എളുപ്പമായിരിക്കും. കാര്യം മണ്ണും പാറയും ബോൾഡേഴ്സും എല്ലാം കൂടി ചേർന്നാണല്ലോ സെറ്റായി ഇരിക്കുന്നത്. അപ്പൊ ഇപ്പൊ 5-6 ദിവസം 8-10 ദിവസം ആയല്ലോ, 1 മാസത്തോളം ആയല്ലോ. അപ്പൊ എന്തായാലും കുറെ മണ്ണൊക്കെ പൊടിയുകയും ഷെയ്ക്കുകയൊക്കെ ചെയ്ത് കാണും. ഇപ്പൊ എളുപ്പമാണ്, അത് പൊട്ടിച്ച് കളയാനൊക്കെ എളുപ്പമാണ്. പൊട്ടിച്ച് കളഞ്ഞ് ബാക്കി കടലിലേക്ക് ഒഴുകി പോകും. അതിനുശേഷം നമുക്ക് താഴോട്ട് നോക്കാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് ചെയ്യേണ്ടതാണ്, തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. ഈ വെള്ളം 7 കൂന മുകളിലോട്ട് കണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വെള്ളം ഒരുപാട് കുറഞ്ഞു എന്നാണ്. ഒരു മനുഷ്യൻ ജീവന് വേണ്ടിയാണ് ഇത്ര ദിവസം കാത്തിരിക്കുന്നത്. മനുഷ്യ ജീവൻ എന്നുള്ളതല്ല, നമ്മളൊരു 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ അതിനൊരു ഡെഡ് എൻഡ് വേണം, അതേ അത്രേ ഉള്ളൂ നമുക്കൊരു. കാരണം ഇത് ഒന്നുകിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു, ഇനി നോക്കുന്നില്ല,
എന്ന് പറയുന്ന ഒരു എൻഡ് വേണം. അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയെടുക്കും. കാരണം ഇതൊരു ഡിസാസ്റ്റർ അല്ലേ. അപ്പോൾ ഒരു 2 സ്റ്റേറ്റ് ഒരു ഡിസാസ്റ്റർ. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സമയം വരെ നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ഔദ്യോഗികമായിട്ട് തെരച്ചിൽ നിർത്തി എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് പോകണം. അല്ലാതെ ഇതൊരു അനിശ്ചിതത്വത്തിൽ നിർത്തുന്നത് നല്ലതല്ല. കുടുംബത്തിനും അതിൻ്റെ പിന്നെ ബന്ധപ്പെട്ടവർക്കും കേൾക്കുന്നത് നല്ലൊരു സ്വഭാവമല്ല. അപ്പോൾ അതിനകത്തൊരു ഡെഡ് എൻഡ് ഡിസിഷൻ ഉണ്ടാവണം. അതാണ് പ്രധാനം. ഓ, നന്ദി ഓക്കെ. സുഭാഷ്.